അസ്സലാമു അലൈക്കും. നമ്മോട് സാർത്ഥമാകുന്ന കുടുംബജീവിതം എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിച്ചത് അബ്ദുഷുക്കൂർ സലാഹിയാണ്. അദ്ദേഹം മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. എടവണ്ണ ജാമിയ നദവിയയിലെ അധ്യാപകനാണ്. അദ്ദേഹം സൗദി സന്ദർശനാർത്ഥം ഇന്നലെയാണ് കേരള നദവത്ത് മുജാഹിദിൻ്റെ ജനറൽ സെക്രട്ടറി പി ഉണ്ണിയൻകുട്ടി മൊയ്ലിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇറങ്ങിയത്. അദ്ദേഹം നമുക്ക് പകർന്നു തന്ന ഈ അറിവിന്, വിജ്ഞാനത്തിന് അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം പരലോകത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇസ്ലാഹി രംഗത്ത്, സലഫി പ്രബോധന രംഗത്ത് ആർജവത്തോടുകൂടി, ഊർജത്തോടുകൂടി തൗഹീദി മാർഗത്തിൽ അവസാനം വരെ നിലനിൽക്കാനുള്ള തൗഫീഖും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാവട്ടെ. അടുത്തത് നമ്മോട് സംസാരിക്കുന്നത് എടത്തനാട്ടുകര തെന്മിയ 2016 എന്നുള്ള പേരിൽ എടത്തനാട്ടുകര ഷറഫുൽ മുസ്ലിമീൻ അറബിക് കോളേജിൻ്റെ പ്രിൻസിപ്പളും കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന സെക്രട്ടറിയും നമ്മോടൊപ്പം കഴിഞ്ഞ 2 വർഷം വരെ സൗദി അറേബ്യയിൽ പ്രവാസിയായി ഉണ്ടായിരുന്ന KNM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ നാസർ സുല്ലമി എടത്തനാട്ടുകരയാണ്. അദ്ദേഹത്തെ ഞാൻ പ്രഭാഷണത്തിന് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ومن تبعهم بإحسان وسلم تسليمًا كثيرا. ثم أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അഭിവന്ദനായ എൻ്റെ സഹപ്രവർത്തകനും ഈ യോഗത്തിൻ്റെ അധ്യക്ഷനുമായ ഇദ്രീസ് സ്വലാഹി, സ്റ്റേജിലിരിക്കുന്ന സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ നാഷണൽ കമ്മിറ്റി പ്രസിഡൻറ്റ് ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ്, വേദിയിലെ സഹപ്രവർത്തകരായ MSM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി സിറാജ് ചേലേമ്പ്ര, വൈസ് പ്രസിഡൻറ്റ് അബ്ദുഷുക്കൂർ സലാഹി, കിഴക്കൻ പ്രവിശ്യയിലെ വിവിധ ഇസ്ലാഹി സെൻ്ററുകളുടെ ഭാരവാഹികളെ, സഹോദരി സഹോദരങ്ങളെ, മനസ്സിന് ഇമ്പം നൽകുന്ന പ്രൗഢഗംഭീരമായ ഒരു പ്രഭാഷണം കേട്ടുകൊണ്ട് മനക്കുളിർമയോടുകൂടി ഇരിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മളിപ്പോൾ. ഈ സമയത്ത് നമ്മുടെ ആദർശത്തിൻ്റെ മഹിമയെ സംബന്ധിച്ചും ആ ആദർശത്തിൽ നിന്ന് അകന്നു പോകുന്ന കാരണങ്ങളെക്കുറിച്ചും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്ന ഒരു പ്രഭാഷണത്തിനാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഏത് കാലഘട്ടത്തിലും ഈ സമൂഹത്തിന് മുമ്പ് നമുക്ക് പറയാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാണ്.
എന്തുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാ ഏത് കാലഘട്ടത്തിലും ഏത് സന്ദർഭത്തിലും പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരങ്ങൾ, ഒന്നാമത്തേത്, ഈ ലോകത്തെ അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന കാരണം കൊണ്ടാണ്. പ്രവാചകന്മാരെ അള്ളാഹു തആല നിയോഗിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലയ്ക്ക് വേണ്ടിയാണ്. അമ്പിയാക്കൾ പരീക്ഷണങ്ങൾ നേരിട്ട് പ്രയാസങ്ങൾ സഹിച്ചത് എന്തിനാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും മറ്റൊന്നല്ല. സ്വർഗത്തെ അള്ളാഹു സംവിധാനിച്ചതും നരകത്തെ അള്ളാഹു സംവിധാനിച്ചതും അമ്പിയാക്കൾക്ക് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചതുമൊക്കെ ഈ കാരണം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സന്ദേശം ലോകർക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി നിരന്തരമായ പ്രവാചകന്മാരെ നിയോഗിച്ചു എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കുന്നു. ഒരു വിശ്വാസിയുടെ മനസ്സിലുള്ള ഈമാൻ, ആ ഈമാനിൻ്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലയാകുന്നു. അതിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഭാഗം റസൂലുള്ളാഹി പഠിപ്പിച്ചു, ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കലാണ്. എന്നാൽ അലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ അത് ലാ ഇലാഹ ഇല്ലല്ലയാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. റസൂലുള്ളാഹി അറഫയിൽ നിൽക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്, ഖൈറുദ് ദുആ, പ്രാർത്ഥനയിലെ ഏറ്റവും ഖൈറായ പ്രാർത്ഥന അത് ദുആ യൗമു അറഫ, അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാകുന്നു. വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എനിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അർത്ഥം ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകന്മാരിൽ റഹ്മത്തുൽ ആലമീനായിട്ടുള്ള പ്രവാചകൻ, ഖാത്തിമുൽ അംബിയ ആയിട്ടുള്ള പ്രവാചകൻ, സ്വന്തം നാട്ടുകാരല്ല മീൻ എന്ന് പേര് വിളിച്ച പ്രവാചകൻ, ആ പ്രവാചകനാണ് പറയുന്നത്, എനിക്ക് മുമ്പ് വന്നിട്ടുള്ള പ്രവാചകന്മാരുടെ വാക്കുകളും ഞാൻ പറയുന്ന വാക്കുകളും അതിലേറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലയാണ്. അത്രയും മഹത്വരമായ ഒരു വചനമാകുന്നു അത്. സഹോദരങ്ങളെ, മുജാഹിദുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദർശം എന്താണ് എന്ന് ചോദിച്ചാൽ ആ ആദർശത്തിൻ്റെ അടിവേര് ലാ ഇലാഹ ഇല്ലല്ലയാണ്. ആ ആദർശത്തിൻ്റെ കാണ്ഡം നിൽക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലയിലാണ്. അതിൻ്റെ ശാഖകളും ഉപശാഖകളും അതിൻ്റെ കായികനികളുമെല്ലാം ലാ ഇലാഹ ഇല്ലല്ലയിലൂടെയാണ്. ഏത് പ്രവർത്തനത്തിനും ഏത് നിലപാടിനും നമ്മിൽ നിന്ന് വരുന്ന എല്ലാവിധ കാര്യങ്ങൾക്കും നിയന്ത്രണമായി നിൽക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ശരീരം എടുത്തൊന്ന് പരിശോധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശരീരത്തിൽ പ്രത്യേകമായ ചില സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് അവൻ്റെ ശരീരത്തിലെ 8 അവയവങ്ങൾക്ക് മാത്രമാണ്. ആ ശരീരത്തിൽ 10,000-കണക്കിന് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഈ 8 അവയവങ്ങളിലൂടെ നടക്കുന്ന പ്രവർത്തനത്തിന് മാത്രമാണ് അവൻ്റെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അതിൽ തന്നെ ആ അവയവങ്ങളിലെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രം, അതല്ലാത്തതൊന്നും അവൻ്റെ നിയന്ത്രണത്തിൽപ്പെട്ടതല്ല. നമ്മുടെ ശരീരത്തിൽ 10,000 പ്രവർത്തനങ്ങൾ നടക്കുന്നുവെങ്കിൽ 9,999 പ്രവർത്തനവും അള്ളാഹുവിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് യാതൊരുവിധ അനുസരണക്കേടും കാണിക്കാതെ
യാതൊരുവിധ എതിരും പ്രവർത്തിക്കാതെ അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം, എൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി, എൻ്റെ കാതിൻ്റെ കേൾവിശക്തി, എൻ്റെ കൈകാലുകളുടെ ചലനശക്തി, എൻ്റെ ഞരമ്പുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഓരോ രക്തത്തുള്ളികളും ഇതെല്ലാം നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ ഭൂമി ലോകത്ത് ഒരാൾക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല, അതുപോലെ അസുഖങ്ങൾ ഉണ്ടാവില്ല, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ല. കാരണം അത് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നടക്കുന്നതെങ്കിൽ. പക്ഷെ അങ്ങനെയല്ല, നേരെ മറിച്ച് അതെല്ലാം കൃത്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യമുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 കണ്ണുകൾക്ക് അല്ലാഹ് ചെറിയൊരു സ്വാതന്ത്ര്യം നൽകി. ആ സ്വാതന്ത്ര്യം എന്താ? കണ്ണിൻ്റെ കാഴ്ച എൻ്റെ നിയന്ത്രണത്തിലല്ല. ഈ നൽകപ്പെട്ടിരിക്കുന്ന കാഴ്ചയെ എനിക്ക് റബ്ബിൻ്റെ തൃപ്തിയിലേക്ക് ഉപയോഗപ്പെടുത്താം, റബ്ബ് കോപിക്കുന്ന വിഷയത്തിലേക്കും എനിക്ക് ഉപയോഗപ്പെടുത്താം. എൻ്റെ 2 കൈകളെ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് അത് റബ്ബിൻ്റെ പ്രതിഫലം നേടിയെടുക്കുന്നതിലേക്ക് ചെലവഴിക്കാം. അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യങ്ങളും ആ കൈകൾ കൊണ്ട് എനിക്ക് പ്രവർത്തിക്കാം. എൻ്റെ കാലിൻ്റെ പ്രവർത്തനം അതുപോലെ തന്നെ, എൻ്റെ 2 ചെവികളുടെ പ്രവർത്തനവും അപ്രകാരം. എനിക്ക് സംസാരിക്കാൻ ശേഷി നൽകിയിരിക്കുന്ന ആ സംസാരവും അതേപോലെ. എനിക്ക് വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും നൽകിയിരിക്കുന്ന എൻ്റെ വായ, അത് ഞാൻ ഉപയോഗപ്പെടുത്തുന്നതും അതുപോലെ. ഹറാമിലൂടെ സമ്പാദിച്ച തിന്നാം, ഹലാലിലൂടെ സമ്പാദിച്ചതും തിന്നാം. എൻ്റെ ജനനേന്ദ്രിയങ്ങളെ എൻ്റെ വൈകാരിക ശമനത്തിന് വേണ്ടി അള്ളാഹ് അനുവദിച്ച മാർഗത്തിലൂടെ അത് ഉപയോഗപ്പെടുത്താം, അള്ളാഹു നിഷിദ്ധമാക്കിയ മാർഗത്തിലൂടെയും ആവാം. കഴിഞ്ഞു. ഇതിലപ്പുറം നമുക്ക് നിയന്ത്രിക്കാൻ മറ്റൊന്നും ഇല്ല. നമ്മുടെ നിയന്ത്രണത്തിൻ്റെ ഈ പറഞ്ഞതിലൊക്കെ ചെറിയ വളരെ ചെറിയ ഒരംശം മാത്രമാണ്. ഞാൻ ഇത്രയും പറഞ്ഞത്, ഈ പറഞ്ഞ സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്ന ഈ ചെറിയ ഒരു ഭാഗമുണ്ടല്ലോ, ഈ ഭാഗത്തോടാണ് അല്ലാഹു തആല നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തെയാണ് അല്ലാഹു തആല അല്ലാഹുവിൻ്റെ സർവ്വ നിയമങ്ങളും സർവ്വ വിധിവിലക്കുകളും, നേരത്തെ ഇവിടെ സ്വലാഹി കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അതിലോരോന്നോരോന്ന് നിങ്ങൾ തികഞ്ഞെടുക്കുക. ഇബാദത്തുകൾ ഇസ്ലാം അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്ന ഇബാദത്തുകൾ, നമ്മുടെ ആമാശയത്തിന് പ്രത്യേകമായ ഇബാദത്തിന്റെ നിർദ്ദേശമില്ല. എൻ്റെ ശരീരത്തിലെ ഒട്ടനവധി അവയവങ്ങൾക്ക് ഈ പറഞ്ഞ എണ്ണപ്പെട്ട കൈകൾ ഇബാദത്തിന്റെ ഭാഗമാണ്. കണ്ണുകൾ, കാലുകൾ, ചെവികൾ, സംസാരശേഷി, ഞാൻ കഴിക്കുന്ന ഭക്ഷണം, അതിൽ പരിമിതമാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും. ഈ പരിമിതമാക്കപ്പെട്ടിരിക്കുന്ന അവയവങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് അനുഗുണമാക്കി മാറ്റുക എന്നതാണ് ഒരു വ്യക്തി ഈ ആദർശം സ്വീകരിക്കുന്നതിലൂടെ ഏറ്റവും ഉന്നതമായ മാർഗത്തിൽ അവൻ എത്തിപ്പെടാനുള്ള മാർഗം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. അത് ദീനാക്കണം, ഇസ്ലാം ദീനായി മാറ്റാൻ കഴിയണം. അല്ലെങ്കിൽ നമ്മുടെ ദീൻ അത് ഇസ്ലാമാവണം. അത് ഇവയിൽ പരിമിതമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആദർശത്തിൻ്റെ മഹിമ ഈ പ്രത്യേകമായി സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്ന അവയവങ്ങളിലൂടെ പ്രകടമാക്കണമെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ രൂഢമൂലമായി ഇരിക്കേണ്ടുന്ന ഒരു വിശ്വാസമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഭാഗം നാം കേട്ടു. ഈമാൻ എന്നത് 70-ലധികം ശാഖകളാകുന്നു. ആ ശാഖകളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൻ്റെ ഏറ്റവും താഴെയുള്ളത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്. പലപ്പോഴും ആദർശം എന്ന് പറയുമ്പോൾ തൗഹീദ് എന്ന വിഷയത്തിൽ മാത്രം പരിമിതപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. അത് സാന്ദർഭികമായി അങ്ങനെ സംസാരിക്കേണ്ടടുത്ത് അങ്ങനെ സംസാരിക്കണം. ഇവിടെയും ഞാൻ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് അതിന് തന്നെയാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദർശമായി സ്വീകരിക്കുമ്പോൾ ആ ആദർശം സ്വീകരിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിപൂർണമായും ഉൾക്കൊള്ളാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ സാധ്യത
ഈ പറഞ്ഞ സ്വാതന്ത്ര്യം നൽകപ്പെട്ട അവയവങ്ങളിലൂടെ കൃത്യമായി പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരുടെ വിശ്വാസത്തെക്കുറിച്ച് പറയാൻ എളുപ്പമാണ്, മറ്റുള്ളവൻ ചെയ്യുന്ന തിന്മകളെക്കുറിച്ച് പറയാൻ എളുപ്പമാണ്, അവനോട് അത് ചെയ്യണം ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എളുപ്പമാണ്. എന്നാൽ അതിനേക്കാളും അതൊക്കെ ഒരു മുസ്ലിമിൻ്റെ കടമയാകുന്നതോടൊപ്പം അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അങ്ങനെ കടന്നു വന്നാൽ ഉണ്ടാകുന്ന ഗുണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഒരു മനുഷ്യനോട് പറയുന്ന സംസാരം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരുന്നു. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പ്രവാചകനെ തൊട്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന നബി വചനമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ വെച്ച് ഒരു മനുഷ്യനെ പരലോകത്ത് ആരൊക്കെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നുവോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാളിൽ ജനിക്കുന്ന കുഞ്ഞുവരെയുള്ള ആ മഹത്തായ സദസ്സിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ നിർത്തുമെന്നും പരലോകത്ത് വരാനിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ്. ഒരുപക്ഷെ ആ മനുഷ്യൻ ഞാനോ നിങ്ങളോ ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മെപ്പോലെയുള്ള ഒരുപാട് പേരുണ്ടാവാം. അങ്ങനെ ഒരു മനുഷ്യനെ അല്ലാഹു തആല നിർത്തും. എന്നിട്ട് അവന്റെ മുന്നിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണെത്താ ദൂരത്തോളം നീണ്ടു നിൽക്കുന്ന 99 രേഖകൾ അടങ്ങിയിരിക്കുന്ന അവന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള സിജില്ലാത്തുകൾ, അവന്റെ പ്രവർത്തന രേഖകൾ അവന്റെ മുമ്പിലേക്ക് നിവർത്തപ്പെടുകയാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? അതിന്റെ പ്രത്യേകത കുല്ലു സിജില്ലിൻ മിസ്ലു മദ്ദൽ ബസർ, ഓരോ രേഖയും കണ്ണെത്താ ദൂരത്തോളം നീണ്ടു നിൽക്കുന്ന അത്രമാത്രം ദൈർഘ്യമുള്ള നീളമുള്ള രേഖകളാണ്. ഒന്നല്ല രണ്ടല്ല 99 രേഖകൾ. അത് മുഴുവനും അവന്റെ മുമ്പിൽ വെക്കുന്നു. എന്നിട്ട് അവനോട് റബ്ബ് സുബ്ഹാനഹു വ തആല നടത്തുന്ന ഒരു ചോദ്യം, അതുൻകിറു മിൻ ഹാദാ ശൈആ, ഏ മനുഷ്യ, നീ ചെയ്ത പ്രവർത്തനങ്ങൾ അടങ്ങിയിരിക്കുന്ന 99 രേഖകളുള്ള സിജില്ലാത്തുകളാണ് ഇത്. ഇതിലേതെങ്കിലും ഒന്നിനെ നീ നിഷേധിക്കുന്നുണ്ടോ? നീ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് നിനക്ക് നിഷേധിക്കാനുണ്ടോ? നിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായി വിലയിരുത്താൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിരുന്ന ഹഫളത്തിന്റെ മലക്കുകൾ അവർ രേഖപ്പെടുത്തി വെച്ചപ്പോൾ നീ ചെയ്യാത്ത ഏതെങ്കിലും പ്രവർത്തനം നിന്റെ പേരിൽ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? അവർ നിന്നോട് അക്രമം പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ ഈ മനുഷ്യൻ അവിടെ പറയാൻ മറ്റൊരു മാർഗവുമില്ല, ഒരേ ഒരു സംസാരം മാത്രം, ലാ യാ റബ്ബ്, ഇല്ല റബ്ബേ, ഇല്ല, ഒന്നും എനിക്ക് നിഷേധിക്കാനില്ല. ഹഫളത്തിന്റെ മലക്കുകൾ എൻ്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തി വെച്ചപ്പോൾ ഞാൻ ചെയ്യാത്ത ഒന്നും അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുമില്ല. അവർ എന്നോട് യാതൊരു അനീതിയും കാണിച്ചിട്ടില്ല. അല്ലാഹുവിൻ്റെ അടുത്ത ചോദ്യം കടന്നു വരികയാണ്. അല്ലാഹു തആല മനുഷ്യനോട് ചോദിക്കുന്നു, അഫലക ഉദ്ദുറുൻ, അഫലക ഉദ്ദുറുൻ, എന്നാൽ നിനക്ക് വല്ല ഒഴിവ് കഴിവും പറയാനുണ്ടോ? നീ ചെയ്തിരിക്കുന്ന ഈ തെറ്റുകളുണ്ടല്ലോ, എണ്ണിയാൽ ഒതുങ്ങാൻ കഴിയാത്ത തീരാത്ത അത്രമാത്രമുള്ള ഈ തെറ്റുകൾ ചെയ്ത നിനക്ക് എൻ്റെ മുമ്പിൽ നിന്നും വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ, എനിക്ക് എൻ്റെ ശിക്ഷയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ വല്ല ഉഴുതുറും എൻ്റെ മുമ്പിൽ ബോധിപ്പിക്കാനുണ്ടോ? ആ മനുഷ്യനുള്ള മറുപടി നേരത്തെ പറഞ്ഞ അതേ മറുപടി തന്നെയാണ്, ലാ യാ റബ്ബ്, ഇല്ല റബ്ബേ, ഒരു ഉദുറും എനിക്ക് ബോധിപ്പിക്കാനില്ല. ആ സമയത്ത് സഹോദരങ്ങളെ, മുജാഹിദുകളായ പ്രവർത്തകരെ, അല്ലാഹുവിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലയെ ഇഷ്ടപ്പെടുന്ന, തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി ശബ്ദിക്കുന്ന, അതിനുവേണ്ടി തർക്കങ്ങൾ നടത്തുന്ന, അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്ന, അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്ന, ബന്ധങ്ങൾ പോലും അകലാൻ അത് കാരണമായിട്ടുണ്ട് എങ്കിൽ അത്തരം ആദർശത്തിൻ്റെ ഏറ്റവും മഹിതമായ ഉയർന്ന സ്ഥാനത്തെ സ്വീകരിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് ഇനി ഒരു ഒഴിവ് കഴിവും പറയാനില്ല, ആക്രമിക്കപ്പെട്ടിട്ടുമില്ല. അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യനോട് അല്ലാഹു തആല പറയുകയാണ്, ബലാ ഇന്നലക ഇൻദനാ ഹസന, അങ്ങനെയല്ല, നീ ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല.
തീർച്ചയായും നീ ചെയ്തിരിക്കുന്ന ഒരു നന്മ എൻ്റെ അടുക്കലുണ്ട്, ഒരു ഹസനത്ത് എൻ്റെ അടുക്കലുണ്ട്. ഹസനത്ത് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതാണ്. ഇഹ്സാനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാം. ആ വ്യാഖ്യാനം ഇതിലേക്ക് കൊണ്ടുവന്നാൽ മതി. അല്ലാഹു തആല പറയുന്നു, എന്നെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ലോകത്ത് സ്ഥാനമാനം നേടിയെടുക്കാനല്ല, അധികാരത്തിൻ്റെ കസേരകൾ നേടിയെടുക്കാനല്ല, പത്രത്തിൽ ഫോട്ടോകൾ വരാൻ വേണ്ടിയല്ല, റിപ്പോർട്ടിൽ എൻ്റെ പേര് തെളിഞ്ഞു നിൽക്കാൻ വേണ്ടിയല്ല, ആളുകൾക്കിടയിൽ ഞാൻ അറിയപ്പെടാനും വേണ്ടിയല്ല, പടച്ചവനെ പേടിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലയുടെ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്ന മനുഷ്യനോട് അല്ല പറയുകയാണ്, നീ ചെയ്തൊരു നന്മ എൻ്റെ അടുക്കലുണ്ട്, ഫഇന്നഹു ലാ ദുൽമ അലൈക്കൽ യൗം. ആ ഒരൊറ്റ ഹസനത്ത് മതി. ഇന്നേ ദിവസത്തിൽ നിനക്ക് യാതൊരു ഉപദ്രവവും അനുഭവിക്കേണ്ടി വരികയില്ല, യാതൊരു ലുൽമും നിനക്കുണ്ടാവുകയില്ല. അല്ലാഹു തആല അവൻ്റെ മുമ്പിലേക്ക് ഒരു ബതാഖ മാത്രം, ഒരു കാർഡ് മാത്രം അവൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? മറ്റൊന്നുമല്ല, ഇതുവരെ നമ്മൾ സംസാരിച്ച ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്ന, സ്വർഗനരകങ്ങൾ സംവിധാനിച്ചിരിക്കുന്ന, അമ്പിയാക്കളെ നിയോഗിച്ചിരിക്കുന്ന, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയാണോ അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു ബതാഖ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു. അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു ബതാഖ അവൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് അല്ലാഹു തആല അവനോട് പറയുകയാണ്, ഉഹ്ളുർ വസ്നക്. ഇതിൻ്റെ കനമൊന്ന് പരീക്ഷിച്ചു നോക്ക്, ഇതൊന്ന് തൂക്കി നോക്ക്, ഇതൊന്ന് തൂക്കി നോക്ക് നീ. ആ മനുഷ്യന് വീണ്ടും നിരാശയാണ്. ആശ്വാസിക്കാൻ ആ മനുഷ്യന് കഴിയുന്നില്ല. അവൻ ചോദിക്കുന്നു, എങ്ങനെയാണ് റബ്ബേ 99 രേഖകൾ കണ്ണെത്താ ദൂരത്തോളം നീളമുള്ള എൻ്റെ പ്രവർത്തനത്തിൻ്റെ രേഖകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ കേവലം ഒരു ബതാഖ കൊണ്ട് എന്ത് രക്ഷയാണുള്ളത്, എന്ത് കനമാണ് അത് തൂങ്ങുക? ഇവയൊക്കെ വെച്ച് വെക്കുവാൻ ഒരിക്കലും അതിന് സാധ്യമല്ലല്ലോ. അല്ലാഹു തആല വീണ്ടും ആ മനുഷ്യനോട് പറയുന്നു, ഇന്നക ലാ തുല്ലം. നീ ഒരിക്കലും ആക്രമിക്കപ്പെടുകയില്ല. അങ്ങനെ സഹോദരങ്ങളെ, ഈ 99 രേഖ ഒരു തട്ടിലും, ഈ ലാ ഇലാഹ ഇല്ലല്ലയുടെ ബിതാഖ മറ്റൊരു തട്ടിലും. ഫതാശത്തിസ് സിജില്ലാത്തു വസഖുലത്തിൽ ബിതാഖ. ഈ ലാ ഇലാഹ ഇല്ലല്ലയുടെ കനം ഈ 99 കണ്ണെത്താ ദൂരത്തോളം നീണ്ടു നിൽക്കുന്ന രേഖകളെക്കാളും കനം തൂങ്ങുകയും ഫലാ യസ്ഖുലു മഅ ഇസ്മില്ലാഹി ശൈഅ. അള്ളാഹിൻ്റെ നാമത്തിൻ്റെ കൂടെ അതിനെ കവച്ചു വയ്ക്കാൻ ഒന്നിനും തന്നെ സാധ്യമല്ല എന്ന് ആ മനുഷ്യനോട് അല്ലാഹു തആല പറയുകയും ചെയ്യുമെന്ന്. ഈ ഒരൊറ്റ ഹദീസ് ഒരു മുജാഹിദ് പ്രവർത്തകൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആഴത്തിൽ വേരൂന്നി നിൽക്കേണ്ടുന്ന ഒന്നാണ്. കാരണം എന്നെയും നിങ്ങളെയും ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടാൻ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ, നാളെ പരലോകത്ത് ഇത്തരം ഒരു അവസ്ഥക്കെങ്കിലും ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റു തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണമെന്നല്ല. എന്നാൽ മാനുഷികമായ ഏത് തെറ്റുകൾ അവൻ്റെ അടുക്കൽ വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹളായ കാരുണ്യത്തിന് വിധേയമാവാൻ അവന് അവസരം ലഭിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന ഈ ആദർശത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രവാചക വചനം ഞാനും നിങ്ങളും മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കണം. ഇതറിഞ്ഞുകൊണ്ടായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലയെ-കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും തൗഹീദിനെക്കുറിച്ച് ദീർഘമായൊരു വിശദീകരണം നൽകേണ്ടുന്നൊരു സദസ്സാണ് ഈ സദസ്സ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷേ നമ്മൾ അറിയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായ അല്ലാഹുവിൻ്റെ കൃത്യമായ വചനങ്ങൾ ഈ കാര്യം അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും റബ്ബ് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം. എന്തിനാണ് ആ ചോദ്യം ചോദിക്കുന്നത്? നിങ്ങൾ ഈ ലാ ഇലാഹ ഇല്ലല്ലഹ്ക്ക് ഘടകവിരുദ്ധമായി ഏതൊക്കെ മനുഷ്യന്മാർ ഏതൊക്കെ കാലഘട്ടത്തിൽ ഏതൊക്കെ പ്രദേശങ്ങളിൽ എപ്പോഴൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, ആ പ്രവർത്തിച്ച മനുഷ്യരുടെ മുഴുവൻ വിശ്വാസത്തെയും ഉത്തരം മുട്ടിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് റബ്ബിൻ്റെ ചോദ്യം. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾക്ക് അല്ലാഹു തആല ചെയ്തു തന്ന അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. അല്ലാഹ് നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെക്കുറിച്ച്, നിഅമത്തിനെക്കുറിച്ച് ഓർക്കണം നിങ്ങൾ. എന്നിട്ട് അല്ലാഹുവിൻ്റെ ചോദ്യം, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്. അല്ലാഹു അല്ലാതെ മറ്റൊരു സൃഷ്ടാവുണ്ടോ നിങ്ങളെ സൃഷ്ടിക്കാൻ? നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ, നമ്മുടെ ശരീരത്തിൻ്റെ ഭംഗി, അതിൻ്റെ രൂപം, അതിൻ്റെ ആകൃതി, അതിൽ റബ്ബ് സംവിധാനിച്ചു വെച്ചിരിക്കുന്ന അത്ഭുതകരമായ സംവിധാനം,
ആർക്കാ കഴിയുക സഹോദരങ്ങളെ? ആർക്കാണ് കഴിയുക? ഈ ലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ സൃഷ്ടികളെയും മുമ്പിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും അത്ഭുതകരമായ ആയത്തുകൾ എന്താ നമുക്കുള്ളത്? അല്ലാഹ് ചോദിക്കാണ്, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാരെങ്കിലും സൃഷ്ടാവായിട്ട് നിങ്ങൾക്കുണ്ടോ? യർസുഖുകും മിനസ് സമാഇ വൽ അർള്, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവനായ ഖാലിഖായ റബ്ബ് അല്ലാഹയല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പഠിക്കാൻ, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയാൻ, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സുഹൃത്ത് ഈ സദസ്സിലുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ ഈ ഒരൊറ്റ വചനം മതി, കൂടുതൽ ആയാത്തുകളിലേക്ക് പോവേണ്ടതില്ല. റബ്ബ് ചോദിക്കുന്ന ഒരു ചോദ്യം, മനുഷ്യ, നിനക്ക് ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും റിസ്ക് നൽകുന്ന അല്ലാഹു അല്ലാതെ മറ്റാരെങ്കിലും ഒരു സൃഷ്ടാവിനെ, ഒരു ഖാലിഖിനെ നിനക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? അതുകൊണ്ട് ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹ് നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചൊന്ന് ഓർക്കണം കേട്ടോ. ആർക്കാ പറയാൻ കഴിയുന്നത്? ലോകത്ത് ഏത് കാലഘട്ടങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കപ്പെട്ടൊരു മറ്റൊരു വിഷയം ഉണ്ടായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കപ്പെട്ട അത്ര ആവർത്തിച്ചു കൊണ്ടുള്ള ഒരു പഠനം മറ്റൊരു വിഷയത്തിലും ലോകത്ത് നടന്നിട്ടില്ല എന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സമൂഹത്തിലേക്കും ഓരോ കാലഘട്ടങ്ങളിലേക്കും അല്ലാഹു തആല പ്രവാചകന്മാരെ നിരന്തരമായി അയച്ചുകൊണ്ടേയിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശ മഹിമയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. എപ്പോൾ നോക്കിയാലും എവിടെ ചെന്നാലും എന്ത് സംസാരിച്ചാലും മുജാഹിദുകളെ നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാതെ പറയാൻ മറ്റൊന്നുമില്ലേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി അത് റബ്ബിൻ്റെ സുന്നത്താണ്, അള്ളാഹുവിൻ്റെ സുന്നത്താണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കപ്പെട്ട വിഷയം, ആവർത്തിത വിഷയം ഏതാണ് എന്ന് ചോദിച്ചാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാതെ മറ്റൊന്നില്ല, മറ്റൊന്ന് കാണിച്ചു തരാൻ സാധ്യമല്ല. അതിൻ്റെ ഒരു മറുവശം എന്താ അറിയോ? അതിൻ്റെ ഒരു മറുവശം, ലോകത്ത് മാനവ സമൂഹം എത്രയും വേഗത്തിൽ വ്യതിചലിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. മറ്റു വിഷയങ്ങളെക്കാളും മനുഷ്യൻ വഴിവിഴക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയിലാണ്. ആ ഒരു അവസ്ഥ മുമ്പിൽ വെച്ചുകൊണ്ട് റബ്ബിന്റെ ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ സാധിച്ചാൽ ആയത്തിനെ തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നു, ലാ ഇലാഹ, ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് നൽകുന്ന അല്ലാഹു അല്ലാത്ത മറ്റൊരു സൃഷ്ടാവുണ്ടോ എന്ന് റബ്ബിന്റെ ചോദ്യത്തോടൊപ്പം അല്ലാഹു പറയുന്നു, ഇല്ല കേട്ടോ, ഇല്ല, ഒരിക്കലുമില്ല, ഒരാളുമില്ല. നിങ്ങൾക്ക് ഉപജീവന മാർഗം കാണിച്ചു തരുന്ന, അത് നിങ്ങൾക്ക് നൽകുന്ന, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ച് ഭൂമിയിൽ സസ്യലതാദികളെ മുളപ്പിച്ച് നിങ്ങൾക്ക് റിസ്ക്കിന് വേണ്ടി നിങ്ങൾ സംവിധാനിച്ച സർവ്വവിധ ഗുണങ്ങളോടുകൂടി നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന മറ്റൊരു റബ്ബ് നിങ്ങൾക്കില്ല കേട്ടോ. ഒരാളും അങ്ങനെ ഉണ്ട് എന്ന് അവകാശപ്പെടുകയുമില്ല. അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ ഫറോവ പോലും സഹോദരങ്ങളെ പറഞ്ഞിട്ടില്ല, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന്, ഞാനാണ് ആകാശത്തെ സൃഷ്ടിച്ചത് എന്ന്, ഞാനാണ് ഭൂമിയെ സൃഷ്ടിച്ചത് എന്ന്. അവൻ്റെ അധികാരത്തിൻ്റെ ദണ്ടുപയോഗിച്ചുകൊണ്ട് ഞാനാണ് റബ്ബ് എന്ന വെല്ലുവിളി നടത്തുക മാത്രമാണ് അവൻ ചെയ്തിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് നേരത്തെ ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു. ആ പ്രവാചകന്റെ കാലഘട്ടത്തിൽ കിരാത ഭരണം നടത്തിയിരുന്ന തൗഹീദിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന നമ്രൂദിന് പോലും അത്തരം ഒരു അവകാശവാദം ഉണ്ടായിട്ടില്ല. മക്കയിലെ മുശ്രിക്കുകളിൽ ഒരാൾ പോലും അത്തരം ഒരു അവകാശവാദം ഉണ്ടായിട്ടില്ല. ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള ശിർക്കിന്റെ കോട്ടകൊത്തലങ്ങളിൽ വാഴുന്ന, അതിന് നേതൃത്വം നൽകിയിരുന്ന ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ഒരാളും അത്തരം ഒരു വാദം അവർ മുന്നോട്ട് വെച്ചിട്ടില്ല. അതുകൊണ്ട് സാധ്യമല്ല, ഒരാൾക്കും ആ വാദമില്ല. ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹയല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല കേട്ടോ. എന്നിട്ട് ആയത്ത് അല്ലാഹു തആല അവസാനിപ്പിക്കുന്നത് സൂറത്തുൽ ഫാത്തിറിലെ 3-ാമത്തെ വചനമാണ്. ഈ ആയത്ത് അല്ലാഹു തആല അവസാനിപ്പിക്കുന്നത് ഫഅന്നാ തുഫകൂൻ. കാര്യം ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കാര്യം? മനുഷ്യ, നീ ഓർക്കണം, നിന്റെ റബ്ബിന്റെ നിയമത്തുകളെ കുറിച്ച് എണ്ണിയാൽ തീരുമോ? ഒരിക്കലും എണ്ണിയാൽ തീരുകയില്ല. എനിക്ക് എൻ്റെ ഇച്ഛാനുസരണം, എനിക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്ന ഈ 8 അവയവങ്ങൾ,
ആ 8 അവയവങ്ങളിലൂടെയാണ് എൻ്റെ റബ്ബിനെ ഞാൻ ധിക്കരിക്കുന്നത്. ഞാൻ വിവാഹം കഴിച്ചു, എനിക്ക് മക്കളുണ്ടാവണമെന്ന ആഗ്രഹമുണ്ട്. ഭൗതികമായ പ്രവർത്തനങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ നടത്തി. പക്ഷെ മക്കളില്ലാതെ വന്നപ്പോൾ ഒരു കുട്ടിയെ ഉണ്ടാവാൻ വേണ്ടി, ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി, അത് കിട്ടാൻ വേണ്ടിയിട്ട് റബ്ബ് തന്നിരിക്കുന്ന ഈ അവയവങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഏതെങ്കിലും ഒരു ദർഗയിലേക്ക് പോകുന്നു, ഏതെങ്കിലും ഒരു മഹാന്റെ മക്ബറയിലേക്ക് പോകുന്നു, ഏതെങ്കിലും ഒരു പുണ്യകേന്ദ്രത്തിലേക്ക് പോകുന്നു. യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹ് നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചൊന്ന് ഓർത്തു കേട്ടോ. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹയല്ലാതെ മറ്റാർക്കെങ്കിലും നിനക്കൊരു കുട്ടിയെ തരാൻ, നിനക്കൊരു കുഞ്ഞിനെ തരാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് എന്ത് മറുപടിയാണ് നാം പറയുക? ഈ രീതിയിൽ ഓരോന്നിലേക്ക് ഇങ്ങനെ കടത്തി വിട്ടോക്കാണ് ഇതിനെ. മനുഷ്യന്മാരുടെ അവസ്ഥയാണ്. അപ്പൊ അല്ലാഹു തആല ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഫഅന്നാ തൂഫകൂൻ, എങ്ങനെ മനുഷ്യന്മാരെ നിങ്ങൾ പിന്നെ വഴിവഴിച്ചു പോകുന്നത്, എങ്ങനെയാണ് നിങ്ങൾ വഴിതെറ്റിക്കപ്പെടുന്നത് എന്ന് അല്ലാഹു തആല നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചും അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് എന്നുള്ള കാര്യം മനസ്സിൻ്റെ ഉള്ളിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചെങ്കിലേ ഈ ആദർശത്തിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയുള്ളൂ. നമ്മളെ യഥാർത്ഥത്തിൽ ഒറ്റ വാചകത്തിൽ ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന അള്ളയാണ് സൃഷ്ടാവ്. ആകാശത്തെ സൃഷ്ടിച്ചവൻ അല്ലാഹ്, ഭൂമിയെ സൃഷ്ടിച്ചവൻ അല്ലാഹ്, അതൊക്കെ അല്ലാഹുവാണ്. ഒരാൾക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ മുമ്പിൽ വരുന്ന സമയത്താണ്, അവിടെയാണ് അല്ലാഹ് അല്ലാത്തവരിലേക്ക് നമ്മൾ പോകുന്നത്. ഈ ആദർശത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ഒറ്റ വാചകത്തിൽ നോക്കൂ നിങ്ങൾ, അമ്പിയാക്കളെ മുഴുവനും പറഞ്ഞേച്ചത് എന്തിനു വേണ്ടിയാ? ഏത് കാലഘട്ടത്തിലെ ആളുകളും അല്ലാഹ് മാത്രമാണ് സൃഷ്ടാവ്, അല്ലാഹുവാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചവൻ എന്ന് അംഗീകരിക്കുമ്പോൾ ആ അംഗീകരിക്കുന്നതോടൊപ്പം എങ്ങനെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ശിർക്ക് കടന്നു വന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട വിധത്തിൽ നമ്മൾ മനസ്സിലാക്കാതിരിക്കുകയും ഒറ്റ വാചകത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല റബ്ബിനെ കുറിച്ച് നൽകുന്ന ചില വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ എന്നാണ് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം ചില പേരുകൾ നൽകിയിരിക്കുന്നു. ആ പേരുകൾക്ക് അള്ളാഹുവിൻ്റെ അസ്മാഉല്ലാഹിൽ ഹുസ്ന എന്നാണ് അതിന് പറയുക. അള്ളാഹു പടച്ചവനെ കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തി തന്ന എന്താ അറിയോ? ഈ രണ്ടെണ്ണം, അള്ളാഹുവിൻ്റെ വിശേഷണം, അള്ളാഹുവിൻ്റെ അസ്മാഉകൾ, ഇതിലേതെങ്കിലും ഒന്ന് അല്ലാഹു തആല അള്ളാഹുവിൽ നിന്ന് വിട്ടുകൊണ്ട് റബ്ബിൻ്റെ സൃഷ്ടികളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ശിർക്ക് അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരും. മരിച്ചുപോയ അമ്പിയ ഔലിയാക്കളെ വിളിച്ചാൽ അത് ശിർക്കാണ് എന്ന് മനസ്സിലാക്കാത്തൊരു മുജാഹിദുമില്ല. എന്തുകൊണ്ടാണ് ശിർക്കാകുന്നത്? ആ അമ്പിയ ഔലിയാക്കളെ സംബന്ധിച്ച് മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നുകൂടിയിരിക്കുന്ന വിശ്വാസങ്ങൾ, ആ വിശ്വാസം അള്ളാഹുവിൻ്റെ സിഫാത്തിനെ കുറിച്ച് ബാധിക്കുന്ന വിശ്വാസമാണ്. ആ ആളുകൾക്ക് ഈ വിശ്വാസം കടന്നുകൂടിയതിൻ്റെ പേരിൽ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകിയിരിക്കുന്ന പേരിൽ അടങ്ങിയിരിക്കുന്നതാണ്. അത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ. മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി, ആ മുഹ്യിദ്ദീൻ ശൈഖിനെ കുറിച്ചുള്ള വിശ്വാസം എന്താണ്? ഇന്ന് സമൂഹത്തിൽ മുജാഹിദുകൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഗതികളുണ്ട്. അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഞാനും നിങ്ങളും അറിയണം. വിശ്വാസം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യനും ഭൂമി ലോകത്തില്ല. വിശ്വാസമില്ലാത്ത ഒരൊറ്റ മനുഷ്യനും ഭൂമി ലോകത്തില്ല. ആ വിശ്വാസത്തിൽ രണ്ട് വിഭാഗത്തെ നമുക്ക് വേർതിരിക്കാം. ഒന്ന്, ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിന് ദൈവമെന്നോ അള്ളാഹു എന്നോ ഏത് പേരുപയോഗിച്ചാലും പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ അതിൻ്റെ സൃഷ്ടാവിനെ കുറിച്ചുള്ള വിശ്വാസം, അതാണ് ഒരു വിശ്വാസം. രണ്ടാമത്തേത്, ഈ പ്രപഞ്ചത്തിന് യാതൊരു സൃഷ്ടാവുമില്ല, ഇത് സ്വയംഭുവായി ഉണ്ടായതാണ്, അത് യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കുന്നൊരു വിശ്വാസം, അതും ഒരു വിശ്വാസമാണ്. ഈ രണ്ട് വിശ്വാസങ്ങളാണ് നിലനിൽക്കുന്നത്. അതിലാദ്യം പറഞ്ഞ വിശ്വാസം, ആ വിശ്വാസത്തെ വീണ്ടും രണ്ട് ഭാഗമായി നമുക്ക് തിരിക്കാം. ഏതാണ് ആ വിശ്വാസം? ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവ് പ്രപഞ്ചത്തിൻ്റെ നാഥനാണ്, അവൻ ഖാലിഖാണ്, അവൻ മാലിക്കാണ്, അവൻ മുദബ്ബിറാണ്. അങ്ങനെയുള്ള ഒരു സൃഷ്ടാവ്,
ആ സൃഷ്ടാവിനെ കുറിച്ചുള്ള വിശ്വസിക്കുന്ന ആളുകൾ അതേ സമയത്ത് അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന വിശ്വാസങ്ങളെ വീണ്ടും രണ്ട് ഭാഗമാക്കി തിരിക്കുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത, ഈ വിശ്വാസത്തിന് കൃത്യമായ പ്രമാണങ്ങളുടെ പിൻബലമുണ്ടായിരിക്കും. അതേ സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് വിശ്വാസമുള്ളോടത്ത് ഉണ്ടായിക്കൊണ്ട് തന്നെ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന മറ്റു ചില വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങൾക്ക് പ്രമാണത്തിൻ്റെ പിൻബലമുണ്ടാവുകയില്ല. ഇത് രണ്ടും വിശ്വാസമാണ്. അവൻ വിശ്വാസിയാണ്, പക്ഷേ ഒന്ന് സത്യവിശ്വാസമാണ്, മറ്റൊന്ന് അന്ധവിശ്വാസമാണ്. രണ്ടും കൃത്യമായി മനസ്സിലാക്കണം. ഒന്ന് സത്യവിശ്വാസം. ഏതാണ് ആ സത്യവിശ്വാസം? പ്രമാണത്തിന് പിൻബലമുള്ള വിശ്വാസമാണെങ്കിൽ അതാണ് സത്യവിശ്വാസം എന്നത്. പ്രമാണത്തിന് പിൻബലമില്ലാത്ത വിശ്വാസമാണ് എങ്കിൽ അതാണ് അന്ധവിശ്വാസം എന്നത്. ഇത് ആരെക്കുറിച്ചുണ്ടാവണം? ആരെക്കുറിച്ചാണ് ഇതുണ്ടാവേണ്ടത്? ഏതൊക്കെ വിശ്വാസ കാര്യങ്ങളുണ്ടോ, വിശ്വാസത്തിന്റെ ഭാഗമായി മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന 5 ഇന്ദ്രിയങ്ങളിലൂടെ ലഭ്യമാകുന്ന അറിവുകളുണ്ട്. പഞ്ചേന്ദ്രിയം എന്ന് നാം അതിന് പറയും. ഈ പഞ്ചേന്ദ്രിയത്തിലൂടെ ലഭിക്കുന്ന അറിവ് എന്നത് ഓരോ മനുഷ്യർക്കും അല്ലാഹു തആല അവൻ്റെ സൃഷ്ടിപ്പിലൂടെ തന്നെ നൽകിയിട്ടുള്ള അറിവാണ്. എന്നാൽ അത്തരം അറിവുകൾക്ക് നമ്മൾ വിശ്വാസം എന്ന് പറയാറില്ല. ഞാനിവിടെ നിന്ന് പ്രസംഗിക്കൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുകയല്ല, നേരെ മറിച്ച് നിങ്ങളത് അനുഭവിക്കുകയാണ്. നിങ്ങൾ അവിടെ നിന്ന് ഇത് ശ്രവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയല്ല, നേരെ മറിച്ച് ഞാനത് അനുഭവിക്കുകയാണ്. അങ്ങനെയുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൈമാറൽ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ അനുഭവിക്കൽ, അത് അല്ലാഹു തആല ജന്മനാ നൽകിയിട്ടുള്ള ഒന്നാണ്. അതല്ല ഞാൻ പറയുന്നത്. അതിനപ്പുറം നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത, എന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ആ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഒന്ന് അന്ധവിശ്വാസമാണ്, മറ്റൊന്ന് സത്യവിശ്വാസമാണ്. എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ആ വ്യത്യാസം മനസ്സിലാക്കിയാൽ തൗഹീദിൽ നിന്ന് ഒരു അണു അളവ് വ്യതിചലിക്കൂല. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന വിശ്വാസപരമായ വ്യതിചലനങ്ങളുടെ അടിസ്ഥാന കാരണം ഈ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. മറ്റൊന്നുമല്ല, ഇത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയണം. എന്നിട്ട് സത്യവിശ്വാസത്തെ സ്വീകരിക്കണം, അന്ധവിശ്വാസത്തെ ഉപേക്ഷിക്കണം. എന്താണ് സത്യവിശ്വാസം? വിശ്വസിക്കാവുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യത്തിന് കൃത്യമായ പ്രമാണം ഉണ്ടായിരിക്കണം. ഏതാണ് പ്രമാണം? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രമാണം എന്നത് മനുഷ്യന്റെ ഭൗതികമായ ചിന്തയിലൂടെ വരുന്ന ആശയമല്ല പ്രമാണം. നേരെ മറിച്ച് ഇസ്ലാമിൻ്റെ പ്രമാണം എന്നത് ആകാശലോകത്തപ്പുറത്ത് നിന്നും ഒരു വഹയിൻ്റെ സാന്നിധ്യത്തിലൂടെ, ഒരു പ്രവാചകന്റെ ഇടപെടലുകളിലൂടെ മനുഷ്യർക്ക് ലഭിക്കുന്ന അറിവിനാണ് ഇസ്ലാമിൻ്റെ പ്രമാണം എന്ന് പറയുന്നത്. ഒറ്റ വാചകത്തിൽ ഞാനും നിങ്ങളും അതിനെ ഖുർആന്, സുന്നത്ത് എന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ നേർക്ക് നേരെ പറഞ്ഞാൽ ഒരു വിശ്വാസം സത്യവിശ്വാസമാകുന്നത് വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെയും എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ കൃത്യമായി അറിവ് ലഭിച്ചിട്ടുള്ള കാര്യത്തിനാണ് സത്യവിശ്വാസം എന്ന് പറയുക. ഈ സത്യവിശ്വാസം ഏറ്റവും പ്രധാനമായി ആരെക്കുറിച്ചാണ് ഉണ്ടാവേണ്ടത്? അത് ഇസ്ലാമിൻ്റെ ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം. ഏതാ ഒന്നാമത്തെ കാര്യം? അള്ളാഹുവിലുള്ള വിശ്വാസം. ഈ അള്ളാഹുവിലുള്ള വിശ്വാസം അത് സത്യവിശ്വാസമാവണം, അന്ധവിശ്വാസമാവാൻ പാടില്ല. അത് സത്യവിശ്വാസമാവണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹ് ഖുർആനിൽ എന്ത് പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ച് പ്രവാചകനിലൂടെ എനിക്കും നിങ്ങൾക്കും എന്ത് അറിവ് ലഭിച്ചു, ആ അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് സത്യവിശ്വാസമാണ്. അള്ളാഹിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നു. അല്ലാഹു തആല സുമ്മ സ്തവ അലൽ അർശ്, അല്ലാഹു തആല സിംഹാസനസ്ഥനായി. എങ്ങനെ അറിഞ്ഞുകൂടാ? എന്തുകൊണ്ട് അറിഞ്ഞുകൂടാ? അല്ലാഹു തആല സിംഹാസനസ്ഥനായി എന്ന അറിവ് എവിടെ നിന്ന് ലഭിച്ചുവോ അവിടെ നിന്ന് ആ സിംഹാസനസ്ഥനാവുക എന്നത് എങ്ങനെ എന്ന അറിവ് നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ
അല്ലാഹു തആല സിംഹാസനസ്ഥനായി എന്ന വിശ്വാസം സത്യവിശ്വാസമാണ്. കാരണം അതിന് തെളിവുണ്ട്. എന്നാൽ ആ ഇസ്തിവാ എങ്ങനെയെന്ന് ഞാനും നിങ്ങളും ആലോചിച്ച് കണ്ടുപിടിച്ച് ഒരാശയം മെനഞ്ഞെടുത്ത് അത് വിശ്വസിച്ചാലോ ആ വിശ്വാസം അന്ധവിശ്വാസമായി. കാരണം അള്ളാഹിനെ കുറിച്ചുള്ള അത്തരമൊരു വിശ്വാസത്തിന് പ്രമാണത്തിന് പിൻബലമില്ല. അതേപോലെ തന്നെ പടച്ചവനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കണം. അല്ലാഹു തആല രാത്രിയുടെ അന്ത്യയാമത്തിൽ 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അല്ലാഹു തആല ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആരുണ്ട് എന്നോട് ചോദിക്കാൻ ഞാൻ അവന് ഉത്തരം നൽകുന്നതാണ്. ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ ഞാൻ അവന് ഇസ്തിഗ്ഫാർ നൽകുന്നതാണ് എന്ന് അല്ലാഹു തആല ആകാശലോകത്ത് നിന്നും 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന് അല്ലാഹു തആല ചോദിക്കുമെന്ന് ഓരോ സത്യവിശ്വാസിയും വിശ്വസിക്കുന്നു. ഈ വിശ്വാസം സത്യവിശ്വാസമാണ്. എന്തുകൊണ്ടാ സത്യവിശ്വാസമായത്? ആരെങ്കിലും കണ്ടതുകൊണ്ടല്ല. ആരും കണ്ടിട്ടില്ല അല്ലാഹ് ഇറങ്ങി വന്നത്. അല്ലാഹ് പറയുന്നത് ആരും കേട്ടിട്ടുമില്ല. പക്ഷേ അത് വിശ്വാസമാണ്, സത്യവിശ്വാസമാണ്. കാരണം അത് അല്ലാഹുവിൻ്റെ റസൂല് വഹീന്റെ അടിസ്ഥാനത്തിലൂടെ എനിക്കും നിങ്ങൾക്കും അറിയിച്ചു തന്നതാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞാൽ അത് മാത്രം പറയാൻ ദിവസങ്ങളോളം സമയമെടുക്കേണ്ടി വരും. അല്ലാഹു തആല സമീആണ്, എല്ലാം കേൾക്കുന്നവൻ. ബസീറാണ്, എല്ലാം കാണുന്നവൻ. അലീമാണ്, എല്ലാം അറിയുന്നവൻ. എല്ലാറ്റിനും കഴിവുള്ളവൻ. അവൻ കാരുണ്യവാനാണ്. അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അവൻ ഏറെ പൊറുക്കുന്നവനാണ്. അവൻ അടിമയെ വളരെ കൃത്യമായി വിചാരണ ചെയ്യുന്നവനാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള മനസ്സിൻ്റെ ഉള്ളിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ടുന്ന വളരെ കൃത്യമായ വിശ്വാസം. ഈ വിശ്വാസങ്ങൾ മുഴുവനും സത്യവിശ്വാസമാണ്. അതൊരിക്കലും അന്ധവിശ്വാസമല്ല. എന്തുകൊണ്ടത് അന്ധവിശ്വാസമല്ല? കാരണം ഈ വിശ്വാസങ്ങൾ ഒരാൾ സ്വീകരിക്കുന്നത് കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ഏതൊക്കെ ഉണ്ടോ അതൊക്കെ. രണ്ടാമത്തേതോ മലക്കുകളെ കുറിച്ച്, അതേപോലെ പ്രവാചകന്മാരെ കുറിച്ച്, അതേപോലെ വേദഗ്രന്ഥങ്ങളെ കുറിച്ച്, അതേപോലെ അള്ളാഹുവിന്റെ സ്വർഗ നരകങ്ങളെ കുറിച്ച്, അതേപോലെ. ഇങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി ഖബറിൽ ജീവിതമുണ്ട്. എവിടെ മുതൽ ആരംഭിക്കുന്നു? ഒരു മനുഷ്യന്റെ മരണത്തിന്റെ സമയം എത്തുന്നതോടുകൂടി ഈ ദുനിയാവിൽ അവൻ അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് അവൻ പോവുകയാണ്. അവൻ്റെ മുമ്പിൽ കണ്ണെത്താ ദൂരത്തിങ്ങനെ അവനെ വന്നു നിൽക്കുന്നു 2 വിധത്തിലുള്ള മലായിക്കത്തുകൾ. നഫ്സ് ത്വയ്യിബയാണോ അതിസുന്ദരന്മാരായ മലക്കുകൾ, നഫ്സുൽ ഖബീസയാണോ അതീവ വിരൂപികളായ മലക്കുകൾ. കണ്ടാൽ പേടിക്കുന്ന മലക്കുകൾ അവൻ കാണുന്നു. ഈ കാഴ്ചയോടുകൂടി സഹോദരങ്ങളെ ഞാനും നിങ്ങൾ വിശ്വസിക്കാനാണ് നിർബന്ധമായ വിശ്വാസം. അവിടെ നിന്ന് അങ്ങോട്ട് എവിടം വരെ എത്തുന്നു? അവൻ്റെ മരണം, ആ മരണത്തിൽ അവനുണ്ടാകുന്ന അനുഭവങ്ങൾ. പിന്നീട് അവനെ കൊണ്ടുപോകുന്നു കബറിടത്തിലേക്ക്, അവിടെ വെക്കുന്നു, അവിടെ മൂടുന്നു. ആ കബറടക്കിയിട്ട് തിരിച്ചാളുകൾ പോരുന്നു. അവൻ്റെ അവസ്ഥ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ വിശ്വാസമാണ്. ഈ വിശ്വാസം സത്യവിശ്വാസമാണ്. എന്തുകൊണ്ട് സത്യവിശ്വാസമാകുന്നു? ആ വിശ്വാസത്തിന് പ്രമാണത്തിന് പിൻബലമുണ്ട്. അതേ സമയത്ത് ഒരു മനുഷ്യൻ മരിച്ചു, മരണമടഞ്ഞു കഴിഞ്ഞു. അവനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് കുളിപ്പിച്ച് കബറിടത്തിലേക്ക്, കബറിസ്ഥാനിലേക്ക് കൊണ്ടുപോയി ആ കബറിടത്തിലേക്ക് അങ്ങോട്ട് വെച്ച് കല്ലുകളെല്ലാം വെച്ച് മണ്ണിട്ട് മൂടി അവിടെ നിന്ന് തസ്ബീഹ് നടത്തി. അതോടൊപ്പം അവനെ മറവ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുക്കലേക്ക് ആ മയ്യത്തിൻ്റെ തലഭാഗത്ത് ഒരു കുപ്പിയിൽ ഒരു കടലാസ് കഷ്ണം ആ കുപ്പിയിലിട്ടുകൊണ്ട് അത് തുറവ വെച്ചുകൊണ്ട് അവൻ്റെ തലഭാഗത്ത് വെച്ച് കൊടുക്കുന്നു. ആ കടലാസിലുള്ളത് എന്താ? ചില ചോദ്യങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യവിശ്വാസം സ്വീകരിച്ചു. ആ സത്യവിശ്വാസം സ്വീകരിച്ചതോടൊപ്പം അവന്റെ മലക്കുകൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായി മൻ റബ്ബുക എന്ന ചോദ്യത്തിന്, അതേപോലെ തന്നെ പിന്നെ അതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഒരു കടലാസിൽ എഴുതി അതൊരു കുപ്പിയിലാക്കി അത് തലഭാഗത്ത് വെച്ചാൽ ഈ മയ്യത്തിന് അത് ഉപകാരപ്പെടുമെന്ന് ഒരുത്തൻ വിശ്വസിച്ചാൽ ആ വിശ്വാസം അന്ധവിശ്വാസമാണ്, പ്രമാണത്തിന്റെ പിൻബലമില്ലാത്ത വിശ്വാസമാണ്. കണ്ടോ? ഇത് രണ്ടും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മതി. ഇത് രണ്ടും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കൂല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വളരെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന എളിയ പ്രവർത്തകനാണ് എന്നെ പോലെയുള്ള ആളുകളൊക്കെ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന മേഖലയിൽ നേരിടുന്ന ഏറ്റവും വലിയ സംശയങ്ങൾ എന്താ അറിയോ നിങ്ങൾ? ആ സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നത് ഈ അന്ധവിശ്വാസങ്ങളിലാണ്. ആ ചോദ്യത്തിൽ തന്നെ അതിന് മറുപടി ഉണ്ടാവും. ആ ചോദ്യത്തിൽ തന്നെ
കാരണം ഈ വിശ്വാസം മനസ്സിലേക്ക് കടന്നുകൂടിയിരിക്കുന്നു. മുസ്ലിം സമൂഹത്തിലെ, കേരളീയ മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്താ? മഹാന്മാരോടുള്ള പ്രാർത്ഥനയാണ്. മരിച്ചുപോയ മഹാത്മാക്കളോട് നടത്തുന്ന ഇസ്തിഗാസ, ഇസ്തിആനത്ത്, ഇസ്തിശ്ഫാ, ഇസ്തിആദത്ത്, ഏത് പേരുപയോഗിച്ചാലും എല്ലാം സംഗതി ഒന്നാണ്. എന്താണത്? ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾക്കെതിരാണ് എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഞാൻ ഒരുപക്ഷെ ഈ സദസ്സിനൊരു അവസരം കൊടുത്തിട്ട് മുഹ്യിദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ അത് തൗഹീദാണോ ശിർക്കാണോ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കുട്ടിയും സംശയമില്ലാതെ പറയും അത് ശിർക്കാണ്. ഈ ഇരിക്കുന്ന സദസ്സിൽ ഒരാൾക്കും അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, അതിന്റെ ഉപചോദ്യമായി രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചാൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാലോ ഒരുപക്ഷെ വ്യത്യസ്ത ഉത്തരങ്ങളായി ഇവിടുന്ന് കിട്ടാം. എന്തുകൊണ്ട് മുഹ്യിദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ശിർക്കാകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം വ്യത്യസ്തമാവും. കാരണം എന്താ അറിയോ? ചില ആളുകൾ പറയും മുഹ്യിദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറയുന്നത് ശിർക്കാണ്. കാരണം മുഹ്യിദ്ദീൻ ഷെയ്ഖ് മരിച്ചുപോയി, അതുകൊണ്ട് ശിർക്കാണ്. മരണപ്പെട്ടവരോടുള്ള പ്രാർത്ഥന അത് ശിർക്കാണ്. മുഹ്യിദ്ദീൻ ഷെയ്ഖിന് കേൾക്കാൻ കഴിയില്ല. അങ്ങകലെ ഇറാഖിൽ മറമാടപ്പെട്ടിരിക്കുന്ന മുഹ്യിദ്ദീൻ ഷെയ്ഖിന് കേൾക്കാൻ കഴിയില്ല, അതുകൊണ്ട് അത് ശിർക്കാണ്. അങ്ങനെ ഒരുപാട് ഉത്തരം പറയും. പക്ഷേ മുഹ്യിദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറയുന്നത് ശിർക്കല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട്. ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട്. ആ ആളുകളെന്ന് വിളിച്ചു നോക്കി നിങ്ങൾ. അവരോട് ഒറ്റ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, മുഹ്യിദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറയുന്നത് ശിർക്കാണോ? അവർ പറയും ശിർക്കല്ല. എന്താ കാരണം? മരിച്ചുപോയവരോടുള്ള പ്രാർത്ഥന അത് ശിർക്കല്ലേ എന്ന് രണ്ടാമത്തെ ഉപചോദ്യം ചോദിച്ചാൽ അപ്പൊ അവർക്ക് പറയുന്ന മറുപടി എന്താ അറിയോ? അത് അവർ മരിച്ചിട്ടില്ല. മുഹ്യിദ്ദീൻ ഷെയ്ഖ് മരിച്ചിട്ടില്ല. മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ ഇവിടെ വന്ന് വിളിച്ചാൽ കേൾക്കും. മുഹ്യിദ്ദീൻ ഷെയ്ഖ് വിളിച്ചാൽ മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഹാജറാകും. മുഹ്യിദ്ദീൻ ഷെയ്ഖിന് അതിനുള്ള കഴിവ് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ പറയും. ഇവിടെയാണ് ഞാൻ ഇതുവരെ പറഞ്ഞ വിശ്വാസവും സത്യവിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ നമ്മൾ വേർതിരിച്ചറിയേണ്ടത്. മുഹ്യിദ്ദീൻ ഷെയ്ഖ് കേൾക്കും എന്നൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് എന്ത് പ്രമാണമാണ് നമ്മുടെ മുമ്പിലുള്ളത്? മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഹാജറാകും എന്നതിന് എന്ത് പ്രമാണമാണ് നമ്മുടെ മുമ്പിലുള്ളത്? മുഹ്യിദ്ദീൻ ഷെയ്ഖ് വിളിച്ചാൽ അതിനുള്ള നമുക്ക് ഉത്തരം ചെയ്യാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട് എന്നതിന് എന്ത് പ്രമാണമാണ് നമ്മുടെ കൈകളിലുള്ളത്? അപ്പൊ രണ്ട് വിശ്വാസം വന്നു. ഒന്ന്, മുഹ്യിദ്ദീൻ ഷെയ്ഖിന് അങ്ങനെ കഴിവുണ്ട് എന്നോ ഹാജറാകുമെന്നോ ഉത്തരം ചെയ്യുമെന്നോ എന്നതിന് പ്രമാണത്തിന്റെ പിൻബലം ഇല്ല. അതുകൊണ്ട് ആ വിശ്വാസം അത് അന്ധവിശ്വാസമാണ്. സത്യവിശ്വാസം എന്നത് ഈ പറഞ്ഞതൊക്കെ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേത് മുഹ്യിദ്ദീൻ ഷെയ്ഖിന് അങ്ങനെയൊക്കെ കഴിയും. മുഹ്യിദ്ദീൻ ഷെയ്ഖിനൊക്കെയുള്ള കഴിവ് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ വിശ്വസിക്കുന്നു, പ്രമാണത്തിന് പിൻബലമില്ല, അത് അന്ധവിശ്വാസമാണ്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രമാണത്തിന് പിൻബലമില്ലാത്ത എല്ലാ സഹായതേട്ടവും അത് ശിർക്കാകുന്നു. അള്ളാഹിനോട് തേടണമെങ്കിലും തെളിവ് വേണം. മുഹ്യിദ്ദീൻ ഷെയ്ഖിനോട് തേടാണെങ്കിലോ തെളിവ് വേണം. അള്ളാഹിനോട് തേടാൻ തെളിവുണ്ട്, മുഹ്യിദ്ദീൻ ഷെയ്ഖിനോട് തേടാൻ തെളിവില്ല. ഈ ഒരു വകതിരിവ് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. അതില്ലാതെ പോയതാണ് ചില ആളുകളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ചിലതൊക്കെ കടന്നു വന്നത്. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് തരം ഇസ്തിആനത്തുകളാണ് ഖുർആനിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, അള്ളാഹിനോട് മാത്രം നടത്തുന്ന ഇസ്തിആനത്ത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. രണ്ടാമത്തെ ഇസ്തിആനത്ത് ചെയ്യണമെന്ന് അള്ളാഹ് കൽപ്പിക്കുകയാണ്. وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان. നന്മയുടെയും പുണ്യത്തിൻ്റെയും വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കണം, തിന്മയുടെയും പാപത്തിൻ്റെയും വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കാൻ പാടില്ല. അത് അള്ളാഹ് കൽപ്പിക്കുകയാണ്. ഈ രണ്ട് ഇസ്തിആനത്തല്ലാത്ത ഒരു ഇസ്തിആനത്ത് ഖുർആനിൽ കാണാൻ കഴിയോ? ഇല്ല. റസൂലുള്ളാഹിയുടെ സുന്നത്തിൽ കാണാൻ കഴിയോ? ഇല്ല. ഈ രണ്ട് ഇസ്തിആനത്ത്, ഈ രണ്ട് സഹായത്തേട്ടം മാത്രം. എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം?
രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ? ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പാടുള്ളൂ. രണ്ടാമത്തേത്, മനുഷ്യനോട് നടത്തേണ്ടുന്ന സഹായത്തേട്ടം. ഇത് രണ്ടും തമ്മിലെ വ്യത്യാസം എന്താ അറിയോ? ഒന്ന് മറഞ്ഞ മാർഗത്തിലൂടെയുള്ള അപേക്ഷയായിരിക്കും. മറഞ്ഞ മാർഗത്തിലായിരിക്കും അത് കൈകാര്യം ചെയ്യപ്പെടുക. മറഞ്ഞ മാർഗത്തിൽ അപേക്ഷിക്കുന്ന, മറഞ്ഞ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന തേട്ടം, ആ തേട്ടമാണ് പ്രാർത്ഥന. ഇന്ന് കാലഘട്ടത്തിന് ഏറ്റവും വലിയ പ്രശ്നം എന്താ? നിങ്ങൾ ചില പദങ്ങളിൽ ഇങ്ങനെ കളിക്കുകയാണ്. അന്ധവിശ്വാസികൾ പദങ്ങളെ കൊണ്ട് കളിക്കുകയാണ്. അള്ളാഹിനോട്, പിന്നെ അള്ളാഹു അല്ലാത്ത ഏത് സൃഷ്ടിയോടും ദുആ ചെയ്താൽ അത് ശിർക്ക്, എന്നാൽ സഹായം തേടിയാൽ അത് ശിർക്കല്ല. എന്താ ഇത് രണ്ടും തമ്മിലെ വ്യത്യാസം? ഇന്ന് മുജാഹിദുകൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സംഗതി, ഒരു തേട്ടം എപ്പോൾ പ്രാർത്ഥനയാകും, ഒരു തേട്ടം എപ്പോൾ പ്രാർത്ഥനയാകും എന്ന ചോദ്യത്തിന് ഉത്തരം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എപ്പോഴാണ് തേട്ടം പ്രാർത്ഥനയാകുന്നത്? മഹാനായ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ സരളമായി അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ഒരു മനുഷ്യൻ അള്ളാഹിനോട് ഒരു കാര്യം ചോദിക്കണം. എങ്ങനെ ചോദിക്കാം? അള്ളാഹ്ക്ക് കത്തയക്കാൻ പറ്റുമോ? എന്താ അള്ളാഹിന്റെ അഡ്രസ്സ്? അള്ളാഹ് കത്തയക്കാൻ പറ്റുമോ? ഇല്ല. കമ്പി അയക്കാൻ പറ്റുമോ? ഇല്ല. അന്ന് ആ രണ്ട് സംവിധാനം കൂടുതലുള്ളത്. ഇന്നായിരുന്നു ഉമർ മൗലവിയുടെ പ്രസംഗിക്കണമെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കും, അള്ളാഹ്ക്ക് വാട്സപ്പ് അയക്കാൻ പറ്റുമോ? അള്ളാഹ്ക്ക് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് വിടാൻ പറ്റുമോ? അതേപോലെ തന്നെ ഒരു ഇമെയിൽ അയക്കാൻ പറ്റുമോ? അങ്ങനെ അതും കൂടി കൂട്ടിച്ചേർക്കുമായിരുന്നു. ഇല്ല, കഴിയൂല. പിന്നെ എന്താ ചെയ്യാ? അള്ളാഹിനോട് പറയാം. എന്തിനാ പറയുന്നത്? ആ പറയുന്നതിന് പ്രമാണമുണ്ട്. പറഞ്ഞാൽ അള്ളാഹ് കേൾക്കും, തെളിവുണ്ട്. പറഞ്ഞാൽ അള്ളാഹ് ഉത്തരം ചെയ്യും, തെളിവുണ്ട്. അതിന് കഴിവ് അല്ലാഹു തആലക്കുണ്ട്, അതിന് തെളിവുണ്ട്. അതുകൊണ്ട് അള്ളാഹിനോട് പറയാം. അപ്പൊ പറയൽ മറഞ്ഞ മാർഗത്തിലാ. ആ പറയൽ മറഞ്ഞ മാർഗത്തിലാ. ശരി, അല്ലാഹു തആല ആ തേട്ടം സ്വീകരിച്ചുകൊണ്ട് അത് ഉത്തരം ചെയ്യലോ? അള്ളാഹു ഏതെങ്കിലും ഒരു മലക്കിനെ ഇവന് കാണാൻ പറ്റുന്ന രൂപത്തിൽ ഇങ്ങോട്ട് പറഞ്ഞേക്കാണോ? അല്ല, അങ്ങനെയല്ല. നേരെ മറിച്ച് ഇവന് മനസ്സിലാക്കാൻ പറ്റാത്ത മറഞ്ഞ മാർഗത്തിൽ അള്ളാഹു അതിനെ കൈകാര്യം ചെയ്യും. നമ്മൾ പറയും അള്ളാഹ് സഹായിച്ചു. എങ്ങനെ സഹായിച്ചത് അറിഞ്ഞൂടാ. എങ്ങനെ സഹായിച്ചതെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ മറഞ്ഞ മാർഗത്തിൽ തേടുന്ന, മറഞ്ഞ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന ആ തേട്ടമുണ്ടല്ലോ, അതാണ് പ്രാർത്ഥന. അത് പ്രാർത്ഥനയാണ്. അതേ സമയത്ത് രണ്ടാമത്തെ എന്നതോ അതെവിടുന്ന? അത് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അനുഭവേദ്യമാകുന്ന മാർഗത്തിലൂടെ ഉള്ള ഒന്നാണ്. അതിലേതാ തെറ്റും ശരിയും? അടിസ്ഥാനപരമായി ഇസ്ലാം അനുവദിച്ച കാര്യമാണോ എങ്കിൽ അതാവാം. എന്നാൽ അടിസ്ഥാനപരമായി ഇസ്ലാം ഹറാമാക്കിയതാണോ എങ്കിൽ അത് ഹറാം തന്നെ. പക്ഷെ വ്യത്യാസം എന്താ അറിയോ? വ്യത്യാസം മതപരമായ വിഷയത്തിലാണ് ഈ ഹലാലും ഹറാമും തമ്മിൽ വേർതിരിക്കാനുള്ള ഒരു വ്യവച്ഛേദിക്കുന്ന അവസ്ഥ. ദുനിയാവിന്റെ വിഷയമാണെങ്കിലോ, ദുനിയാവിന്റെ വിഷയം ഇവിടെ ഏറ്റവും വലിയൊരു വിവാദമാണ്. മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യമായ ജിന്ന് മലക്ക് വർഗങ്ങളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാവില്ല, അത് വസീലത്ത് ശിർക്കയാകൂ, അത് ഹറാമുമാണ്. കാരണം എന്താ ഹറാമാകാനുള്ള കാരണം? റസൂലുള്ളാഹിന്റെ മാതൃകയല്ല. ശരി, അതെപ്പോഴാ വസീലത്ത് ശിർക്കാകുന്നത്? അത് ചില പ്രത്യേക നിബന്ധനകളോടെ ഒരു ഭൗതിക കാര്യം ചോദിച്ചാൽ, കഴിവ് നൽകപ്പെട്ട വിഷയം ചോദിച്ചാൽ, കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചാൽ, ഇവിടെ ഹാജറുള്ളവനോടാണ് ചോദിക്കുന്നതെങ്കിൽ അപ്പോഴാണ്. ഇനി ഒറ്റ മറുപടി എന്താ അറിയോ? ഭൗതികമായ ഒരു കാര്യം ഇസ്ലാം അനുവദിച്ചതാണെങ്കിൽ അതൊരു മനുഷ്യന് ചോദിക്കാൻ റസൂലുള്ളാഹിന്റെ മാതൃക വേണ്ട. ഹറാമാണെന്ന് പറയാനുള്ള കാരണം എന്താ അറിയോ? റസൂലുള്ളാഹിന്റെ മാതൃക ഇല്ലായിട്ടത്രേ. എന്നാൽ റസൂലുള്ളാഹിയുടെ മാതൃക വേണ്ട. ഇത് ഭൗതികമാണെങ്കിൽ, ഭൗതികമായൊരു വിഷയമാണോ അതിന് നോക്കേണ്ടത് അടിസ്ഥാനപരമായി ഇസ്ലാം അനുവദിച്ചതാണോ അല്ലേന്നാ. അനുവദിച്ചൊരു കാര്യം ചോദിക്കാൻ ഭൗതികമായ വിഷയത്തിലാണെങ്കിൽ അത് ഹറാമല്ല. കാരണം അതിന് അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃക വേണ്ട.
മനുഷ്യന്മാർ ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ ദുനിയാവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ ചോദ്യങ്ങളൊക്കെ റസൂലുള്ളാഹിന്റെ മാതൃക ഉണ്ടായിട്ടാ ആണോ? അല്ലല്ലോ. ഭൗതികമായ വിഷയങ്ങൾ നേരെ മറിച്ച് പ്രവാചകൻ അവിടെ നൽകിയിരിക്കുന്ന കൃത്യമായൊരു വെളിച്ചുണ്ട്. ആ വെളിച്ചെന്താ? മദീനയിലെ ഈത്തപ്പനയുടെ കുലകൾ തമ്മിൽ ആൺ ഈത്തപ്പനയുടെയും പെൺ ഈത്തപ്പനയുടെയും കുലകൾ പരാഗണം നടത്തുന്ന ഒരു സമ്പ്രദായം മദീനയിലുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കണ്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടതില്ല. റസൂൽ പറഞ്ഞുകൊണ്ട് സഹാബത്തൻ ഉപേക്ഷിച്ചു. അക്കൊല്ലം ഈത്തപ്പഴം വളരെ കുറഞ്ഞു. ആളുകളൊക്കെ പരാജയമായിട്ട് ചെന്നു റസൂലുള്ളാഹിന്റെ അടുക്കൽ. നബിയെ, നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പരാഗണ പ്രക്രിയ നടത്തിയില്ല, അതിനാൽ ഫലം കായ്ക്കൽ കുറഞ്ഞു. റസൂലിനെ കൊടുത്ത മറുപടി, നിങ്ങൾ ചെയ്തോളിയും. അൻതും അഅലമു ബിദുനിയാകും, നിങ്ങളെ ദുനിയാവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് നിങ്ങളാണ്. ഒരു വലിയ വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, ഈ ആദർശം അതിശക്തമായി നമുക്ക് നിലനിർത്തണമെങ്കിൽ അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുന്ന അപേക്ഷയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്നതുമാണോ എങ്കിൽ അത്തരം ഒരു തേട്ടം അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവരോട് തേടിയാൽ അത് തൗഹീദിന് വിരുദ്ധമാണ്, അത് ശിർക്കുമാണ്. ഇനി തേടണമെന്നില്ല. അദൃശ്യമായ മാർഗത്തിൽ മനസ്സിന്റെ ഉള്ളിൽ വരുന്ന തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന 4 കാര്യങ്ങളുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1 മണിക്കൂറാണ് അല്ലേ? അവിടെ നിർത്താം. എളുപ്പത്തിൽ അതുകൂടി പറയാം ഒറ്റ വാചകത്തിൽ. ഏതാണ് 4 കാര്യങ്ങൾ? നിങ്ങൾ ഒന്ന് മഹബത്താണ്, അത് മനസ്സിൽ നിന്നുണ്ടാകുന്നതാ. രണ്ടാമത്തേത് ഖൗഫാണ്, പേടി. മൂന്നാമത്തേത് റജാ ആണ്, പ്രതീക്ഷയാണ്. നാലാമത്തേത് തവക്കുലാണ്. ഈ 4 മനസ്സിലാക്കിയാൽ മതി. ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണോ അല്ലേ എന്നതിൽ ഒരായത്തും പിന്നെ വേണ്ട. അദൃശ്യമായ മാർഗത്തിൽ എന്റെ തേട്ടത്തിന് ഉത്തരം കൈകാര്യം ചെയ്യാൻ ഒരു ജിന്നിന് കഴിയും എന്ന് ഒരു മനുഷ്യൻ അങ്ങോട്ട് പ്രതീക്ഷിച്ചാൽ ആ പ്രതീക്ഷ മതി, തേടണ്ട. ശിർക്ക് വന്നു. മുയ്യദ്ദീൻ ശൈഖ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചാൽ ശിർക്ക് വന്നു. ഏതെങ്കിലും ഒരു മരം, ഒരു കല്ല്, ഒരു മുള്ള്, ഒരു മുരിക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചാൽ ശിർക്കാകും. റസൂലുള്ളാഹിന്റെ ജീവിതത്തിലൂടെ പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു സംഗതിയുണ്ട്. എന്തിനാ റസൂലുള്ളാഹിയുടെ ജീവിത കാലഘട്ടത്തിൽ ദാത്ത് അൻവാത്ത് എന്നൊരു സംഭവം ഉണ്ടായത്? വല്ലാത്തൊരു അത്ഭുതമുള്ള കാര്യമാണ്. ആ സംഭവം എന്താണെന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഹുനൈൻ യുദ്ധത്തിന് പോകുന്ന സമയത്ത് മക്ക വിജയത്തോടനുബന്ധിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചില മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറയാണ്, നബിയെ, ഞങ്ങളെ ജാഹിലിയ കാലഘട്ടത്തിലായിരിക്കുമ്പോൾ യുദ്ധത്തിനൊക്കെ പോയുന്ന സമയത്ത് വാള് ഒരു മരത്തിൽ കൊളുത്തി വെക്കും. അതെന്തിനാ കൊളുത്തി വെക്കുന്നത്? അത് കൊളുത്തി വെച്ചാൽ ഞങ്ങൾ ജയിക്കും. കാരണം ആ മരത്തിൽ നിന്നും ചില ബറക്കത്ത് ഈ വാളിലേക്ക് കടന്നു വരികയും അതിലൂടെ ഞങ്ങൾക്ക് യുദ്ധം ജയിക്കാൻ കഴിയുകയും ചെയ്യും എന്നാണ് ഞങ്ങളെ വിശ്വാസം. ആ വിശ്വാസം എന്ത് വിശ്വാസം? അന്ധവിശ്വാസം. ആ വിശ്വാസം അന്ധവിശ്വാസം. പക്ഷെ ഇവർ ഇസ്ലാമിലേക്ക് വന്നു. ഇവർക്ക് ഒരേ കാര്യം അറിയാം, അത് ജാഹിലിയ അറബികളുടെ സമ്പ്രദായ. ഞങ്ങളിപ്പോൾ മുസ്ലിമായി, അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നബിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്കും അവർക്കുള്ളതുപോലെ ഒരു മരം ഞങ്ങൾക്ക് അങ്ങ് നിശ്ചയിച്ചു തരണം. ഇവിടെ എന്തിയപ്പോൾ ഉണ്ടായത്? ഈ ആവശ്യപ്പെട്ടപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? ഇത് മൂസ നബിയോട് അദ്ദേഹത്തിന്റെ ജനത പറഞ്ഞ അതേ സംസാരമാണ്. പച്ചയായ വിഗ്രഹത്തെ ഞങ്ങൾക്കും നിശ്ചയിച്ചു തരണമെന്ന് ഇജഅല്ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ എന്ന് മൂസ നബിയോട് പറഞ്ഞ അതേ വിശ്വാസമാണ് ഇത് എന്ന് റസൂലുള്ളാഹി സഹാബത്തിനാ പറഞ്ഞു കൊടുത്തത്. എന്തിപ്പോൾ ഉണ്ടായത്? എന്തെങ്കിലും പുതുമുസ്ലിമീങ്ങളായ സഹാബത്തിന്റെ മനസ്സിൽ കടന്നുകൂടിയ വിശ്വാസം എന്താ? കാഫിർ മരത്തിനോടല്ല, മുസ്ലിം മരത്തെ വിശ്വസിച്ചിരുന്ന ഏത് സത്യനിഷേധികൾ ചെയ്യുന്ന മരം ആക്കി തരണമെന്നല്ല, ഞങ്ങൾക്ക് വേണ്ടി അങ്ങൊരു മരം നിശ്ചയിച്ചു തരും. റസൂലുള്ള ഒരു മരം നിശ്ചയിച്ചു കൊടുത്താൽ അത് പിന്നെ മുസ്ലിം മരം തന്നെ ആവൂലേ? ഇവിടെ പ്രശ്നം എന്താ? കാഫിർ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്ക്, മുസ്ലിം ജിന്നിനോടാണെങ്കിൽ ശിർക്കല്ല എന്നാ. അതല്ല പ്രശ്നം. കാഫിർ ജിന്നായാലും മുസ്ലിം ജിന്നായാലും ദാത്ത് അൻവാത്തിൽ മരം കൊളുത്തിയാൽ, അല്ല വാള് കൊളുത്തിയാൽ ആ വാളിലേക്ക് എങ്ങനെ ഈ ബറക്കത്ത് വരിക? അറിഞ്ഞുകൂടാ.
അപ്പൊ പിന്നെ രണ്ട് സംഗതിയാണ്. ഒന്നെങ്കിൽ അതെങ്ങനെയാണ് ഇങ്ങോട്ട് ബാറ്റൊക്കെ കുത്തി കൊടുത്താൽ ചാർജ് എങ്ങനെ വരിക കൃത്യമായിട്ട് നമുക്കറിയാം. അതറിയുന്ന പിന്നെ വരുന്ന മാർഗം കൃത്യമായിട്ട് അറിയാം. എന്നതുപോലെ മരത്തിൽ വാള് കൊളുത്തി വെച്ചാൽ അതിൽ നിന്ന് ബറക്കത്ത് വരുമോ? ഇല്ല, അറിഞ്ഞുകൂടാ. അത് വരും എന്ന് വിശ്വസിച്ചാൽ അവിടെ എന്ത് കടന്നു വന്നു? പ്രതീക്ഷ വന്നു. ഈ വാളിൽ, ഈ മരത്തിൽ എൻ്റെ വാള് കൊളുത്തി വെച്ചാൽ എനിക്ക് യുദ്ധം ജയിക്കാൻ കഴിയും എന്ന അദൃശ്യമായ മാർഗത്തിൽ ഇതിലേക്ക് ബറക്കത്ത് പിന്നെ നീക്കപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷ മനസ്സിലേക്ക് വന്നാൽ മതി, തേടണ്ട. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ മരുഭൂമിയിൽ വഴിയറിയാതെ ഒറ്റപ്പെട്ടാൽ എന്നെ ഇവിടുന്ന് രക്ഷിക്കാൻ ഒരു ജിന്നുണ്ടാകും, ആ ജിന്നിനെ എന്നെ രക്ഷിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ മതി. ശിർക്ക് അറിയോ? അപകടം വിളിക്കൊന്നും വേണ്ട. ഇപ്പൊ പറയുന്നത് ഞങ്ങളാരും വിളിക്കണില്ലല്ലോ, ആർക്കപ്പത്ത് വിളിക്കണം എന്ന വാദമുള്ളത് ഏതെങ്കിലും ഒരു മുജാഹിദിനെ കാണിച്ചു തരാൻ പറ്റുമോ? നേരത്തെ ഇവിടെ നമ്മുടെ അൽഖോബാറിന്റെ സെക്രട്ടറി പറഞ്ഞല്ലോ ആർക്കിരുന്ന വാദം ഉണ്ടായിന്ന്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ വിഷയം മനസ്സിലാക്കണം. എന്നതുപോലെ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. എന്ത്? തെങ്ങിന്റെ മുകളിൽ നിന്നും ഒരു തേങ്ങ അങ്ങോട്ടിട്ടാൽ അത് ഏതെങ്കിലും എനിക്ക് കാണാനോ അറിയാനോ അനുഭവിക്കാനോ കഴിയാത്തൊരു ജിന്നിന്റെ മേത്ത് തട്ടിയിട്ട് ആ ജിന്ന് എന്നെ ഉപദ്രവിച്ചേക്കും. എങ്ങനെ ഉപദ്രവിച്ചേക്കും? അറിഞ്ഞൂടാ. ഒരു പാമ്പ് കൊത്തുന്ന മാതിരിയാണോ? അല്ല. നായ കടിക്കണ മാതിരിയാണോ? അല്ല. സിംഹം വന്ന് പിടിക്കണ മാതിരിയാണോ? അല്ല. ഒരു മനുഷ്യൻ വന്ന് അടിക്കുന്ന മാതിരിയാണോ? അല്ല. അതൊന്നും അല്ല. അതൊക്കെ തിരിയുന്ന മാർഗമാണ്. തിരിയാത്ത മാർഗത്തിലൂടെ ഈ പിശാച്, ഈ ശൈത്താൻ എന്നെ ഉപദ്രവിച്ചേക്കും എന്ന ഖൗഫ്, ഭയം, എന്ന പേടി, ആ പേടി മനസ്സിന്റെ ഉള്ളിൽ കടന്നുകൂടിയ ശിർക്ക് കൂട്ടരെ. എന്നാൽ രാത്രിയുടെ കൂരിരുട്ടിൽ 4 ചുമരുകൾക്കുള്ളിൽ ഒരു മനുഷ്യരും കാണാത്ത രാത്രിയുടെ അന്ത്യയാമത്തിൽ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അള്ളാഹ് നിഷിദ്ധമാക്കിയ ഒരു പ്രവൃത്തി ചെയ്താൽ അവിടെ ഓന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരിക, പടച്ചോ ശിക്ഷിക്കോലോ എന്ന വിശ്വാസം ഓന്റെ മനസ്സിലേക്ക് വന്നാൽ അത് തൗഹീദാണ്. കാരണം അദൃശ്യമായ മാർഗത്തിൽ അവൻ അള്ളാഹിനെ പേടിക്കുന്നു. അപ്പോ ഈ പിന്നെ ഖൗഫ്, റജാ, അതേപോലെ തന്നെ മഹബത്ത്, ഇനിയോ തവക്കുൽ. ആരെ തവക്കുലാക്കുന്നത്? എന്താ തവക്കുൽ എന്ന് പറഞ്ഞാ? ചെയ്യേണ്ട കാര്യം ചെയ്ത് ബാക്കി അങ്ങോട്ട് ഏൽപ്പിക്കുക. ആരിലേക്ക്? ഭൗതികമായ വിഷയമാണോ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനിലേക്ക്? അല്ല. അദൃശ്യമായ മാർഗത്തിലൂടെയാണോ എങ്കിൽ അത് റബ്ബിലേക്ക്. ഇതിലേതാ ഒരു ജിന്ന് സഹായിക്കും എന്നുള്ള പ്രതീക്ഷ വന്നാൽ വെള്ളത്തിൽ മുങ്ങുമ്പോൾ എന്നെ ഒരു കൈ പിന്നെ ജിന്ന് പിടിച്ച് കരക്കെത്തിച്ചാൽ ആരിലേക്കാ തവക്കുലാക്കിയത്? എന്നിട്ട് നാണോ മാനോ ഉളുപ്പില്ലാതെ ചോദിക്കുക, അല്ലാണ്ട് ഏത് സിഫത്തിലാ ശിർക്ക് വന്നത്? അല്ലാണ്ട് ഏത് അസ്മായിലാ ശിർക്ക് വന്നത്? തൗഹീദ് ഇത് മാത്രം മനസ്സിലാക്കിയത് നിങ്ങൾ. മനസ്സിന്റെ ഉള്ളിലുള്ള ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന പരമപ്രധാനമായ ഈ 4 കാര്യങ്ങളുണ്ടല്ലോ, ആ 4 കാര്യങ്ങൾ തൗഹീദിന്റെ സത്തയാണ്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ആദർശം എത്ര പറഞ്ഞാലും മതിയാവൂല. ഇതിനു വേണ്ടി പടപൊരുതണം, ഇതിനു വേണ്ടി നിലനിൽക്കണം, ഇതിനു വേണ്ടി സമയം കളയണം, ഇതിനു വേണ്ടി ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല അവൻ്റെ യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വഅല്ലാഹു അഅലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും.